അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്. 3000 ആളുകൾ അതിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി അതിൽ നിന്ന് മാറി നിൽക്കലോ അതിനെ എതിർക്കലോ കരണീയമാണോ? അതിന്റെ കാര്യമുണ്ടോ? ഇപ്പോൾ വന്നിട്ടുള്ള കോടതി വിധിയെ ഞാൻ അത്ഭുതത്തോടു കൂടി ഒന്നും നോക്കിക്കാണുന്നില്ല. നമുക്കറിയാമല്ലോ, ഗവൺമെൻറ് ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നു, പറയുന്നത് വികസന പ്രവർത്തനം. ശബരിമല പോലെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലത്തിൻ്റെ വികസനം, അത് ചൂണ്ടിക്കാണിച്ചാൽ ഏത് കോടതിക്കാണ് നിഷേധിക്കാൻ കഴിയുക? അത് നിയമപരമായ ഒരാൾക്കും തടയാൻ കഴിയുന്ന കാര്യമല്ല. ഒരു ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റ്, ഒരു മാസ്റ്റർ പ്ലാൻ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു കോടതിക്കും അത് തടയാൻ കഴിയില്ല. അങ്ങനെ കോടതി തടയും എന്നാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. ഇവിടെ നമ്മുടെ വിമർശനം വ്യത്യസ്തമാണ്. വിശ്വാസികൾക്ക് വേണ്ടി അയ്യപ്പ സംഗമം നടത്തി ശബരിമലയെ പുനരുദ്ധരിക്കാൻ, ആഗോളതലത്തിൽ ശബരിമലയ്ക്ക് പ്രാധാന്യം കിട്ടാൻ വേണ്ടി എന്നുള്ള നിലയിൽ നടത്തുന്ന ഈ പ്രവർത്തനം ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ് എന്ന് പറയുന്നത് ക്രിയാത്മകമായ വിമർശനമാണ്. ആ വിമർശനം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഒരു മഹാസംഗമം വിളിച്ചുകൂട്ടിയല്ല ചെയ്യുന്നത്. അതിന് ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, ഗവൺമെൻറ്റിൻ്റെതായ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, അവരുടെ പ്രോജക്റ്റും അവരുടെ പ്രപ്പോസലും ക്യാബിനറ്റ് റെസൊല്യൂഷൻ എടുത്ത് നടപ്പിലാക്കുന്നതിന് അവിടെ ഒരു പൊതുസമ്മേളനം വിളിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനൊരു സംഗമം നടത്തുന്നത് ഇത് നിക്ഷേപ സംഗമമാണ്, വ്യാവസായിക സംഘമാണ്. അതാണ് കാര്യം. അതിന് നിങ്ങൾ ഭക്തർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് പറയേണ്ട. ഇവിടെ നിങ്ങൾ നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടി നേരായ വഴിയിലും നേരുകെട്ട വഴിയിലും നിങ്ങൾക്ക് ചില സ്ഥാപിത താല്പര്യം നടത്താൻ വേണ്ടി, നിങ്ങൾക്ക് മീൻസ് ഗവൺമെൻറ്റിന് അവരുടെ പേഴ്സണൽ താല്പര്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, അപ്പോൾ അത് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് എന്ന കൃത്യമായ വിമർശനം. അതിന് വിശ്വാസത്തെയും വിശ്വാസികളെയും മായാപ്രപഞ്ചത്തിൽ വീഴിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചണ്ഡമായ പ്രവർത്തനം ഇതാണ്. ഇത് മുമ്പും ചെയ്ത ഇതാണ്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും ചെയ്ത ഇത് തന്നെയാണ്. അന്ന് വിപ്ലവാത്മകമായ നടപടി, നവോത്ഥാന സമിതി 50 കോടി രൂപ നൽകുന്നു. എന്തൊക്കെയായിരുന്നു വിപ്ലവകരമായ ഇത്രയും സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ ഇത്രയും ജാഗ്രവത്തായൊരു പാർട്ടിയും ഗവൺമെൻറ്റുമേ? എന്ത് മഹാമനസ്കതയാണ് ഇവർക്ക് കോടതിയോടുള്ളതെന്നറിയാമോ? അപ്പം നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ നടത്താൻ പോകുന്ന സംഗമത്തിലെ രാഷ്ട്രീയവും അവരെടുക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത സമീപനത്തെയുമാണ് ചലഞ്ച് ചെയ്യുന്നത്. അല്ലാതെ ഗവൺമെൻറ് ഏതെങ്കിലും പരിപാടി വെച്ചാൽ എങ്ങനെയാണ് കോടതി കൊടുത്തിട്ട് ഒരു സ്റ്റേ മേടിക്കാൻ പറ്റുന്നത്? അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടോ? ആളുകൾക്ക് കോടതിയെ സമീപിക്കാം അഭിലാഷേ. അനുവദിക്കാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാകില്ല എന്ന് താങ്കൾ പറഞ്ഞു. ശരി തന്നെ. എന്റെ ചോദ്യം, ഇപ്പൊ 20-ാം തീയതി സംഗമം നടക്കാൻ പോവാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിൽ ഡെലിഗേറ്റ്സ് വരും, അയ്യപ്പ ഭക്തർ വരും. അപ്പോൾ ഒരു വലിയ ഇവന്റ് നടക്കുകയാണ്. ഗവൺമെന്റ് മുൻകൈ എടുത്ത് ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ്. ഗവൺമെന്റാണ് ഇതിന് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സും നൽകുന്നത്. അങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിനെ വിമർശന ബുദ്ധിയാ കാണേണ്ടതുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇതെന്തായാലും ഇത് നടക്കാൻ പോവാണ്. അല്ല, നടക്കുന്നതിന് നമുക്ക് വിമർശനമുണ്ട്. അപ്പോഴുമുണ്ട്, ഇപ്പോഴുമുണ്ട് വിമർശനം. ആ വിമർശനം കോടതി ഉൾക്കൊണ്ടല്ലോ. എന്താ നമ്മൾ പറഞ്ഞത്? ഭക്തരെ വേർതിരിക്കാൻ പാടില്ല. ഭക്തർ എന്നുള്ള നിലയിൽ കുറേ സമ്പന്നന്മാരെ കൊണ്ടുവന്ന് അവർക്ക് പ്രിവിലേജ് കാർഡുകൾ കൊടുത്ത് എല്ലാ ഭക്തർക്കും ഉള്ളതിനേക്കാൾ ഫെസിലിറ്റികൾ കൊടുക്കാൻ ശ്രമിക്കുന്ന നടപടികൾ, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ശുദ്ധ തട്ടിപ്പ് സമീപനമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പറഞ്ഞത് കോടതി ശരിവെച്ചല്ലോ. അത് കോടതി ശരിവെച്ച് കഴിഞ്ഞു. ഭക്തരിൽ വേർതിരിവ് പാടില്ല, തുല്യതയ്ക്ക് വിഘാതം വരുത്തുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം അവിടുത്തെ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോയി ഉരുക്കി കഴിഞ്ഞിരിക്കുന്നു. കോടതിക്ക് വിധേയമായി അനുദിന പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു സ്ഥലത്ത് കോടതി അറിയാതെ ചെയ്തിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ കോടതി പറഞ്ഞപ്പോൾ അത് ഉരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയണം. അതൊക്കെ ഒട്ടനവധി നിയമ തർക്കങ്ങൾക്കും ഒട്ടനവധി വിവാദങ്ങൾക്കും ഇടം നൽകുന്ന കാര്യങ്ങളാണ് ശബരിമലയിൽ കെടുകാര്യസ്ഥത മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരതെല്ലാം കൂടെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി എന്നൊന്നും ഞാൻ ഈ ചർച്ചയിൽ ആരോപിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആരെങ്കിലും ആരോപിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ? കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കേണ്ട ഒരു നടപടിക്രമത്തെ അതിന് വശംവദരാകാതെ ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ഇവർക്ക് ലാഭ താല്പര്യങ്ങളുണ്ടെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് അവരെ തള്ളിക്കളയാൻ കഴിയുമോ? അല്ല, അതിലൊക്കെ ഞാൻ പറഞ്ഞത് കോടതിയുടെ മേൽനോട്ടത്തിൽ സമർപ്പിച്ച ആൾ തന്നെയാണല്ലോ മറിക്കുന്നു.
അതിന്റെ അറ്റകുറ്റപ്പണിയും നടത്തുന്നത്. അപ്പൊ കാണിക്ക കൊടുത്ത ആള് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ തിരിമറി നടത്തുമെന്ന് പറയാൻ കഴിയില്ല. ഒരാൾ ദൈവത്തിന് സമർപ്പിക്കുന്നതല്ലേ അയാളുടെ വഴിപാടും കാണിക്കുകയൊക്കെ. അപ്പൊ അത് അയാൾ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ താങ്കൾ കോടതി എന്ന് പറയുമ്പോൾ ഈ കോടതി എന്ന് പറയുന്നത് ഭരണാധികാര സ്ഥാപനമല്ലല്ലോ. അഡ്ജുഡിക്കേറ്റ് ചെയ്യേണ്ട കോടതികൾ ഇങ്ങനെ ഇപ്പൊ കേരളത്തിലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശരിക്കും ദേവസ്വം ഭരണം തന്നെ നടത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ഏത് പാർട്ടി കേരളം ഭരിക്കുമ്പോഴാണെങ്കിലും അത് അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമാണോ? കോടതി നാട് ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട സംവിധാനമാണോ? അല്ല, കോടതി ഇടപെട്ടിട്ടാണല്ലോ അവിടുത്തെ പ്രിവിലേജ് സംവിധാനങ്ങൾ എടുത്തു മാറ്റിയത്. ഏത് VIP വന്നാലും സാധാരണ ഭക്തർ നിന്നാൽ മതി എന്ന് തീരുമാനിച്ചത് ദേവസ്വം ബോർഡ് അല്ലല്ലോ. ആണോ? കേരള ഗവൺമെൻറ് ആണോ? അല്ലല്ലോ. കോടതി പല കാര്യങ്ങളിലും ഇടപെടുന്നേ. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുള്ള കാര്യങ്ങളിൽ, നിയമപരമായി ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ കോടതി ഇടപെടും. കോടതിക്ക് ഇടപെടാം. കോടതി ഇടപെടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ധിക്കരിച്ച് കളയാൻ കഴിയില്ല. കോടതി വിധികൾ, നമുക്ക് ഇഷ്ടമുള്ള വിധികൾ വരുമ്പോൾ അത് കൊള്ളാം, ഇഷ്ടമില്ലാത്തത് വരുമ്പോൾ അത് കൊള്ളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഉയർത്തിയ പ്രശ്നം എന്താണ്? ഇത് വരാനിരിക്കുന്ന 8 മാസക്കാലത്തിനകം ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ സന്ദർഭത്തിൽ ഇന്നലകളിൽ നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ തന്ത്രത്തിൻ്റെ ഭാഗമായി ഒരു വ്യവസായ സംഗമം നടത്തുന്നു. അതുവഴി പണം വരും. അത് ദേവസ്വം ബോർഡിലേക്ക് എത്ര വരും, പാർട്ടിക്ക് എത്ര വരും എന്നൊക്കെ ഉള്ളത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്തരെന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിൽ വന്ന് നിന്നുകൊണ്ട് ഏറ്റവും മുന്നിൽ നിന്ന് തൊഴാൻ അവസരം കിട്ടിയാൽ കോടികൾ കൊടുക്കാൻ ആളുണ്ടതേ. കോടികൾ കൊടുക്കാൻ ആളുണ്ട്. മുൻ മേൽശാന്തിമാരോടൊക്കെ ചോദിച്ചു നോക്കണം. അവർക്കൊന്നും പിന്നെ നാട്ടിൽ നിൽക്കാൻ പോലും നേരമില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും പൂജാതി നടപടിക്രമങ്ങളായിട്ട് പോകാം. കാരണം ലക്ഷങ്ങൾ കൊടുക്കും. അത്രയധികം അയ്യപ്പനെ വിശ്വസിക്കുന്ന, അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകളുണ്ടെന്നേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പം പണം വരാനുള്ള പല വഴികളുണ്ട്. അതിപ്പോൾ വ്യവസായ സംഗമം എന്നുള്ള നിലയിൽ വികസനം, മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന് വേണ്ടി വഴിവെട്ടുന്ന നടപടികൾ കൂടി എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്നത് വാഴ നനയുമ്പോൾ ചീരയും നനയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ഞാൻ അഭിലാഷുമായി തന്നെ ഇരുന്നപ്പോൾ പറഞ്ഞതാണ്, ഇവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഓരോ ഘട്ടങ്ങളിലും അതിപ്പോൾ ക്ഷേത്രകാര്യങ്ങളായാലും ഓണാഘോഷമാണെങ്കിലും സ്പോൺസർഷിപ്പ്, CSR ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്ന വലിയ കൊള്ളകളാണ് ഇവരുടെ താല്പര്യം.